എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തൃശ്ശൂർ എക്സിബിഷൻ വ്ളോഗാണ് കേട്ടോ. എല്ലാ കൊല്ലം പോവാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് രാത്രി പോകുന്നത്. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വീഡിയോസ് എന്ത് കളർഫുള്ളാണെന്നറിയോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങളൊരു 7:30 കൂടിയിട്ട് അവിടെ എത്തി. എന്നിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാലറിയാം, സാധാരണ നിങ്ങൾ പോകുമ്പോൾ ഇത്രയൊന്നും കളർഫുള്ളല്ല. ഫൗണ്ടൻ പരിസര പ്രദേശങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റോള് ബെഡ്ഷീറ്റിൻ്റെ സ്റ്റോളാണ്. പിന്നെ ധാരാളം കമ്മലുകൾ, അതുപോലെ ഡ്രസ്സസിൻ്റെ സ്റ്റോൾ സാധാരണ ഉള്ള പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ വില ചോദിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നു. പിന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 2-3 സ്റ്റോളുകളെ പറ്റിയിട്ട് ഞാൻ പറയാം. ആദ്യത്തെ ഈ ചേച്ചിയുടെ സ്റ്റോളാണ് കേട്ടോ. അവിടെ ധാരാളം സെയിൽസ്. ചേച്ചിയുടെ വായിൽനാവ് കൊണ്ട് തന്നെയാണ് വെറുതെ എഴുതിയ ജസ്റ്റ് ഒരു തുണി കൊണ്ട് മായ്ക്കാം അങ്ങനത്തെ ബുക്കുകൾ. അതുപോലെ തന്നെ ബ്ലോയിങ് പെൻ, ആ ഒരു പെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അവർ പറയുന്ന മോഡൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഗുജറാത്തുകാരുടെ സ്റ്റോൾ. മേടിക്കാൻ വേണ്ടി അവർ പല അടവുകൾ പയറ്റുന്നുണ്ട്. പിന്നെയാണ് കളർഫുള്ളായിട്ടുള്ള ഈ ഊഞ്ഞാലുകൾ. അത് നമുക്ക് രാവിലെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ യന്ത്ര ഊഞ്ഞാല് കണ്ടില്ലേ. പിന്നെ ഒരു ഫിസിക്സ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ISROൻ്റെ സ്റ്റോൾ കേട്ടോ. ISROൻ്റെ സ്റ്റോൾ എപ്പോഴും സൂപ്പർ ആവാറുണ്ട്. അതുപോലെ കയറി ചെന്ന ഉടനെ തന്നെ PSLV GSLV അവരുടെയൊക്കെ മോഡൽസ് ഉണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് വെയിങ് മെഷീൻ. അവിടെ ഒരു വെയിങ് മെഷീൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കയറി നിന്നപ്പോൾ എൻ്റെ എർത്തിലെ വെയിറ്റ്, മൂണിലെ വെയിറ്റ്, മെർക്കുറിയിലെ വെയിറ്റ്, സാറ്റേണിലെ വെയിറ്റ് ഇതൊക്കെ അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വളരെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ എടുത്ത് പറയേണ്ടതാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റോളിൽ ഇതൊരു മനുഷ്യൻ കണ്ടില്ലേ PP ഊതണത്. അതിൽ ആ ഒരു സംഭവത്തിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ PP ഊതിക്കഴിഞ്ഞാൽ വളരെ രസമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാം. അതും രസമായി തോന്നി. പിന്നെ വെറ്റിനറി അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്റ്റോളിൽ ആനയുടെ തലയോട്ടി, വാരിയല്, താടിയല്, ഇടുപ്പല്ല് ഇതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പലതരം കോഴികൾ. അതൊക്കെ രസമായിട്ട് തോന്നി. പിന്നെ ഒരു ഗുരുവായൂർക്കാരി എന്ന നിലയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സ്റ്റോളാണ് ഗുരുവായൂർ ദേവസ്ഥൻ്റെ. മുൻവർഷത്തെക്കാട്ടിലും അവർ ഡിസ്പ്ലേയിൽ ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നി. പലതരം പണ്ടത്തെ ഫോട്ടോസ്, റയറായിട്ടുള്ള കൃഷ്ണാട്ടം കളിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സ് അതൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് ലാസ്റ്റ് സ്റ്റോൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.